ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 11 വർഷത്തിനിടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന്റെ സുസ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 4 സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊതു ഇടങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി. ഭക്ഷണം നൽകുന്നതിന് പ്രത്യേക ഇടങ്ങളൊരുക്കാനും നിർദ്ദേശം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 134ാമത് ഡ്യൂറന്റ് കപ്പ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നാളെ പശ്ചിമബംഗാളിൽ നടക്കും. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനായി പാവപ്പെട്ട ജനങ്ങൾക്ക് വീടെന്ന സ്വപ്നം ഉറപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. पिछले 11 साल में 4 करोड़ से अधिक गरीबों को पक्के घर बनाकर दे दिए गए और हमने सिर्फ घर यानी 4 दीवारें नहीं दी, बल्कि उन घरों के साथ गरीब को उसका स्वाभिमान दिया है. यानी गरीब परिवारों की भी सुविधा, सुरक्षा और सम्मान से जीने की गारंटी मिली है. ഗംഗാനദിയിലെ ആൻഡാസിമാരിയ പാലം, ഭക്തിയാർപൂർ മുതൽ മൊഖാമ വരെയുള്ള 4-വരി പാത, ബക്സർ താപവൈദ്യുത നിലയം, മുസാഫർപൂരിലെ ഹോമി ഭാഭ ക്യാൻസർ ആശുപത്രി എന്നീ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. തുടർന്ന് പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ പുതുതായി നിർമ്മിച്ച മെട്രോ ട്രെയിൻ സർവീസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ സുസ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 4 സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊച്ചിയിൽ മാധ്യമ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ അമിത്ഷാ. हर क्षेत्र में लॉन्ग टर्म पॉलिसी और क्लियर पॉलिसी के युग की शुरुआत नरेंद्र मोदी जी ने की और इसी के कारण एक 11 साल का कालखंड पीछे मुड़ कर देखते हैं. आज 140 करोड़ लोगों के मन में कोई कंफ्यूजन नहीं है. सब लोग मानते हैं कि 2047 में भारत विश्व में टॉप पर होगा. हमें कोई नहीं रोक सकता. കൊച്ചിയിൽ ഇന്ന് നടക്കുന്ന ബിജെപി സംസ്ഥാന നേതൃയോഗം ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. കേരള സന്ദർശനത്തിന് ശേഷം തമിഴ്നാട്ടിലെത്തുന്ന ശ്രീ അമിത്ഷാ തിരുനെൽവേലിയിൽ ബിജെപി ബൂത്ത് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. പൊതു ഇടങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി. ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പ്രത്യേക ഇടങ്ങളൊരുക്കാനും 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇത് നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ചു. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വിട്ടയക്കരുതെന്ന മുൻ ഉത്തരവും കോടതി സ്റ്റേ ചെയ്തു. തെരുവുനായ വിഷയത്തിൽ ദേശീയ നയം രൂപീകരിക്കേണ്ടതുണ്ടെന്നും സുപ്രീംകോടതി വിലയിരുത്തി. എന്നാൽ തെരുവുനായ പ്രശ്നത്തിൽ നിലവിലെ ABC ചട്ടങ്ങളിൽ മാറ്റം ആവശ്യമാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. അടുത്ത മാസം 9-നാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 നിരീക്ഷകരെ നിയമിച്ചു. പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി സുശീൽ കുമാർ ലോഹാനി, ധനകാര്യ മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി D ആനന്ദൻ എന്നിവരെയാണ് നിരീക്ഷകരായി നിയമിച്ചത്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി NDAയുടെ CP രാധാകൃഷ്ണനും INDI സഖ്യത്തിനായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കുന്നത്. പ്രവാസി വ്യവസായിയും മനുഷ്യസ്നേഹിയുമായ സ്വരാജ് പോളിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. UK-യിലെ വ്യവസായം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പൊതുസേവനം എന്നിവയിൽ പോളിന്റെ സംഭാവനകളും ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധത്തിന് അദ്ദേഹം നൽകിയ അചഞ്ചലമായ പിന്തുണയും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാളെ ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO വിജയം കൈവരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ദൌത്യത്തിലൂടെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറക്കി. ഈ വിജയത്തോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യവും പേടകത്തിലൂടെ ചന്ദ്രോപരിതലം സ്പർശിക്കുന്ന 4ാമത്തെ രാജ്യവുമായി ഇന്ത്യ മാറി. നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദിനാചരണത്തിൽ ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പ്രാചീന വിജ്ഞാനത്തിൽ തുടങ്ങി അനന്ത സാധ്യതയിലേക്ക് എന്ന പ്രമേയത്തിൽ ചർച്ചകളും സമ്മേളനങ്ങളും നടക്കും.
പാർലമെന്റ് പാസാക്കിയ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 ഇന്ത്യയെ ഗെയിമിംഗ്, നവീകരണം, സർഗ്ഗാത്മകത എന്നിവയുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രതിബദ്ധത എടുത്തുകാണിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇ സ്പോർട്സും ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളും സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് നടക്കും. വണ്ടിപ്പെരിയാർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വാഴൂർ സോമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. കോഴിക്കോട് ചികിത്സയിലുള്ള 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രോഗം ബാധിച്ച് മരിച്ച താമരശ്ശേരി സ്വദേശി 9-കാരിയുടെ 7 വയസ്സുള്ള സഹോദരനും ചേലേമ്പ്ര സ്വദേശിയായ 59-കാരനുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. നിലവിൽ 3 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉള്ളത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായ 5 ഉദ്യോഗസ്ഥർക്കെതിരെ പശ്ചിമബംഗാൾ സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. താൽക്കാലിക ജീവനക്കാരനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗണേഷ് ചതുർത്ഥി പ്രമാണിച്ച് ഭക്തർക്കും യാത്രക്കാർക്കും സുഖകരവുമായ യാത്ര ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ 380 ഗണപതി സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. സെൻട്രൽ റെയിൽവേ 296-ഉം വെസ്റ്റേൺ റെയിൽവേ 56-ഉം സൌത്ത് വെസ്റ്റേൺ റെയിൽവേ 22-ഉം സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് ഗണപതി പൂജ ആഘോഷിക്കുന്നത്. 134ാമത് ഡ്യൂറന്റ് കപ്പ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നാളെ പശ്ചിമ ബംഗാളിൽ നടക്കും. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഡയമണ്ട് ഹാർബർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 5:30-നാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ ഗവ് ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 426 പോയിന്റ് താഴ്ന്ന് 81,574-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 134 പോയിന്റ് നഷ്ടത്തിൽ 24,949-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 73,720 രൂപയും ഗ്രാമിന് 9,215 രൂപയുമാണ് ഇന്നത്തെ വില. നാഗാലാന്റ്, അസം സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലയിലെ തർക്കപ്രദേശമായ DABയിൽ തോട്ടം നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംയുക്തമായി നടത്താൻ ഇരു സർക്കാരുകൾ തമ്മിൽ ധാരണയായി. പ്രദേശത്ത് നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാരുകൾ അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയതായി നാഗാലാന്റ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും സഹകരണവും നിലനിർത്തുന്നതിനുള്ള ഭാഗമായാണ് പുതിയ നീക്കം. സിംഹം, കടുവ ഉൾപ്പെടെയുള്ള ബിഗ് ക്യാറ്റുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള കൂട്ടായ്മയായ ICBAയ്ക്ക് പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. 1947-ലെ ഐക്യരാഷ്ട്രസഭയുടെ പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് നിയമപ്രകാരമുള്ളതാണ് വിജ്ഞാപനം. ബിഗ് ക്യാറ്റുകളെ സംരക്ഷിക്കുന്നതിനുള്ള ആഗോള സഹകരണത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ഗാസയിൽ അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിനുള്ള അടിയന്തര ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉത്തരവിട്ടു. അതേസമയം ഗാസ നഗരത്തിൽ ഒരു സൈനിക ആക്രമണത്തിനും അദ്ദേഹം അംഗീകാരം നൽകി. 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള ഖത്തർ ഈജിപ്ഷ്യൻ നിർദ്ദേശത്തിന് ഹമാസ് തിങ്കളാഴ്ച സമ്മതിച്ചതിനെ തുടർന്നാണിത്. ഇതനുസരിച്ച് പകുതി ബന്ദികളെ മോചിപ്പിക്കാനായിരുന്നു ഹമാസ് തീരുമാനം. എന്നാൽ എല്ലാ ബന്ദികളെയും പൂർണ്ണമായി മോചിപ്പിക്കുന്നത് മാത്രമേ ഇസ്രായേൽ അംഗീകരിക്കൂ എന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 11 വർഷത്തിനിടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന്റെ സുസ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 4 സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊതു ഇടങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി. ഭക്ഷണം നൽകുന്നതിന് പ്രത്യേക ഇടങ്ങളൊരുക്കാനും നിർദ്ദേശം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 134ാമത് ഡ്യൂറന്റ് കപ്പ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നാളെ പശ്ചിമ ബംഗാളിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.